ബിഗ് ബോസ് വീട്ടിൽ അടുത്ത പൂക്കുറ്റി അടിക്കുള്ള ഒരു തിരി കൊളുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. കാര്യം എന്താന്ന് പറയാം, അതായത് നമ്മുടെ നെവിൻ നൈസായിട്ട് അക്ബറിന്റെ സീറ്റിലോട്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് പൊന്തിയതാണ് നടുക്കിരുന്ന സീറ്റിൽ നിന്ന്. അപ്പോഴേക്ക് എല്ലാവരും കൂടെ പിടിച്ച് ഉന്തി താഴോട്ട് വലിച്ചെറിഞ്ഞു. അപ്പൊ നെവിനെ വിക്റ്റഡ് അല്ല, ഒരു ടാസ്കിൽ നിന്ന് ഔട്ടായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു നെവിൻ നിങ്ങൾ ഔട്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ലാസ്റ്റ് അനുമോളോട് പറയുന്നുണ്ട്, അനുമോൾ നിന്നെ ഞാൻ വലിച്ചിറക്കിയിരിക്കൂടി എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്തു, നേരെ ചെന്നിട്ട് അനുമോളുടെ മറ്റേ ബെഡിന്റെ അടിയിൽ കബോർഡ് ഉണ്ടല്ലോ, അത് വലിച്ചു തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു യെല്ലോ കളർ സ്മൈലി ബോൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് ഇവർക്ക് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ ഒരു മന്തി കൊടുത്തിട്ട് ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബക്കറ്റും അനുമോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര്യന്റെ ബക്കറ്റ് ആയിരുന്നു. അത് എടുത്തിട്ട് അനുമോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചു. ഇതൊന്നും അല്ലാണ്ട് മെയിനായിട്ട് കൈയോടെ പിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗേട്ട് ഉണ്ടായിരുന്നു. ആ യോഗേട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള യോഗേട്ടാന്ന് തോന്നുന്നു. അതെടുത്ത് അനുമോൾ ഒളിപ്പിച്ച് വെച്ചത് കയ്യോടെ നെവിൻ പൊക്കിയിട്ട് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അനുമോൾ നല്ല രീതിയിൽ പ്രഷറിലാണ് നിൽക്കുന്നത്. പുറത്തിറങ്ങിയ നെവിനെ കടിച്ച് ചീന്തി പഞ്ചറാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അനുമോൾ അവിടെ അകത്ത് പെട്ട് കിടക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നുള്ള വൻ അടി നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നെവിൻ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. നെവിൻ ഇപ്പൊ ഇത്ര നേരമായിട്ട് ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഔട്ടായതുള്ളൂ. ഔട്ടായ ഉടനെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അനുമോൾക്കിട്ട്. ഇനിയും സമയങ്ങളുണ്ട്. ഇതുവരെ ആരും ബിഗ് ബോസ് മീൻസ് ആ കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഇനി ഓരോ ആൾക്കാർക്കുള്ള പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നെവിൻ വഴി. എന്തായാലും ഇനി കണ്ടറിയാം. പിന്നെ അത് മാത്രമല്ല, അനീഷേട്ടൻ നല്ല രീതിയിൽ ഉന്തുന്നുണ്ട്, അതുപോലെ തന്നെ ആര്യം നല്ല രീതിയിൽ ഉന്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ അടി പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുക്ക് കിടക്കുന്ന ഒരാളാണ്, നടുക്ക് പെട്ടുപോയിട്ടുള്ള ഒരാളാണ് നൂറ എന്ന് വേണം പറയാൻ. എന്തായാലും ഇനി വരും നിമിഷങ്ങളിലുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, പിന്നെ മറക്കാൻ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊളിച്ചിട്ട് പോയേക്കുക.